വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ന്യൂ വീഡിയോയുമായിട്ടാണ്. ഈ വീഡിയോന്റെ പേര് ലെവൽ ഡബിൾ ആണ്. ഞാൻ ഇതിന്റെ പകുതി കളിച്ചായിരുന്നു. ഞാൻ ഇത് ആദ്യത്തെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഒരു ഗ്ലിച്ച് സംഭവിച്ചില്ല. വീഡിയോന്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി. അതിന്റെ സെക്കൻഡ് പാർട്ട് ഒന്നും പറയാൻ പറ്റൂല, എന്നാലും എൻ്റെ വീഡിയോ ഡിലീറ്റ് ആയി പോയില്ല. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് തന്നെ. പിന്നെ അതിനൊക്കെ കളിച്ചുകൊണ്ട് എനിക്ക് മൈൻഡ് ഓർമ്മ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം കളിക്കാൻ പോകട്ടെ, ഞാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യാത്തല്ല ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചും കൊടുക്കണം. ലെവൽ ഡെവലാണ്, ഇങ്ങനെ പാടാണ്, തലയൊക്കെ വേദന എടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞ് ഞാൻ കളിച്ചു നോക്കിയാലും കളിച്ചു നോക്കി ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. വീണ്ടും ഒന്നുകൂടെ കളിക്കാം. സ്റ്റാർട്ട് ഗൈസ്. ഓക്കെ, എന്തിനാണ് മനസ്സിലാവണില്ല. മനസ്സിലാക്കിയ അവിടെ നിൽക്കാൻ പാടില്ല. കണ്ടാ, ഓടിക്കോയി മനസ്സിലാക്കണം. പോയിന്റ് ഈ മനസ്സിലായി. വീണ്ടും ഭയങ്കര പാടാൻ വയസ്സ് കണ്ടോ. ഇതില് ഇപ്പുറത്തേലാവോ? അപ്പൊ ഇതിലാവും. ചിലപ്പോ ഈ സാധനം മൗസ് കാണാൻ പറ്റുന്നു. ഈ സാധനം ഇവിടെ വരും. അപ്പൊ നമുക്ക് ഇപ്പുറത്ത് കാണാം. പറഞ്ഞില്ലേ? യാതൊരു കളി കഴിഞ്ഞല്ലേ? 2 റൗണ്ടേ ഉള്ളായിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പുറത്തെ ഈ കളി കളിക്കാം. ഭയങ്കര എന്തിനാണ് മനസ്സിലാവുന്നില്ല. ഇതിങ്ങനെ ഓടണം, എന്നിട്ട് ഇവിടെ കയറി ഇങ്ങനെ ചാടണം. അപ്പൊ തലയിടിക്കൂലേ? എന്നിട്ട് ഇങ്ങനെ ഓടി കളി മനസ്സിലാക്കണം. ഇത് പവർ ഉണ്ട് ഇതിന്റെ ചാട്ടത്തിന്റെ. വീണ്ടും ചാവുന്നുണ്ട്. ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ചെറുതാവുമ്പോ വലുതാവുമ്പോ കാണാൻ പറ്റും. ചെറുതാവുമ്പോ കുഞ്ഞതല്ലേ. ഇവിടെ ചാടിയത് അതിങ്ങനെ ഇപ്പുറത്തെ ഒരു ബട്ടൺ വന്നു ഗൈസ്, മനസ്സിലാക്കണം. ചാടി ഇവിടെ കേറി വീണ്ടും ചത്തെന്താ. ഇപ്രാവശ്യം ജയിക്കാൻ പറ്റാൻ നോക്കണം. എന്റെ മൗസ് നേരെ വെച്ച് ശരിയാവില്ല. കളി മനസ്സിലാക്കണം. മനസ്സിലായ ഈ സൈഡിൽ ഇതാണെങ്കിൽ പ്രാന്താണ്. കണ്ടാലും മനസ്സിലാവണം. നല്ലതാണ് കളി മനസ്സിലാക്കാതെ. അവ എന്തിനാണ് ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് പറ്റില്ല. എന്താ
മനസ്സിലാവാതെ ഒരു കളി നടക്കില്ല. ഓ ഗൈസ് കളി മനസ്സിലായി. അപ്പൊ ഇവിടെ താഴോട്ട് പോയിട്ട് അങ്ങനെ മുട്ടാതിരിക്കണം. കളി മനസ്സിലാക്കണം. അടുത്ത കഴിഞ്ഞ് ഞങ്ങള് ഈ എപ്പിസോഡിൽ തീർക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ലോങ് കാണുമ്പോൾ നിങ്ങൾ കാണില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ലോങ് യൂട്യൂബിലേക്ക് കളി മനസ്സിലാകണം. ലോങ് നിങ്ങൾ കാണാതിരിക്കുമ്പോൾ എന്നൂടെ നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ഏത് ഗെയിം കളിക്കണമെന്ന് പറ. ചിലപ്പോൾ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഗൈസ് നെല്ലില്ലേ കളി മുന്നോട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറയാൻ വന്നത് ഞാൻ അടുത്ത ഏത് ഗെയിം കളിക്കണം ഗൈസ്. ഈ ഗെയിം ചിലപ്പോൾ തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഗെയിം കളിക്കണം. അല്ലെങ്കിൽ ട്രക്ക് സിമുലേറ്റർ അല്ലല്ല ഗൈസ്. ആരാ നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തായിരുന്നു ട്രക്ക് സിമുലേറ്റർ ഇന്റർനാഷണൽ അല്ല ബസ് സിമുലേറ്റർ ഇന്റർനാഷണൽ ആണെന്ന്. മനസ്സിലാക്കണം. എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് അതിൻ്റെ അകത്ത് ലോഗോവും ട്രക്ക് സിമുലേറ്ററിൻ്റെതാണ് പേരും പറഞ്ഞിരിക്കണം. ഗെയിം കേൾക്കുന്ന സമയത്ത് അങ്ങനെ എന്നായിരുന്നു പേര് പറഞ്ഞിരുന്ന അതിൻ്റെ അതും കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എഴുതി പറഞ്ഞ നിങ്ങളും കൂടെ എല്ലാവരും കൂടെ കമന്റ് ഇടുക. ആ ട്രക്ക് സിമുലേറ്ററാണ് കാണുന്നവരെല്ലാവരും കൂടെ കമന്റ് ഇട്ടോ. എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് പറ്റില്ല ഗൈസ്. അത് നിന്ന് പോവാൻ ഗൈസ്. ഞാൻ സ്പീഡ് കൂടുന്നുണ്ട്. അതിപ്പോ ഓടാൻ പാടില്ല. എന്റെ കൈ പോണേ. ഞാൻ ഓടണമല്ല. അങ്ങനെ 1 2 3 4 5 6 1 ബസ്റ്റ്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം ഗൈസ്. സത്യം ചെയ്ത് പറയാം. പിന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം എൻ്റെ ഫേസ് ക്രീം വെച്ച് വീഡിയോ ഇടണമെന്ന്. വേണ്ടാത്ത വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ വേണ്ട ഇത് തന്നെ നല്ലത് എന്ന് പറഞ്ഞാൽ അതിനായിട്ടും ഭയങ്കര ഗൈസ് ഇവിടെ മഴയാണ്. അതുകൊണ്ട് ചിലപ്പോഴേ കേൾക്കാൻ പറ്റുള്ളൂ ഗൈസ്. അത് ക്ഷമിക്കണം. എന്നെ കൊണ്ട് അതും പോയി ഭയങ്കര പെരുമഴയാണ്. ഞാൻ ഗൈസ് പണി വരെ വീശിക്കുക. എല്ലാം കൊണ്ട് പണിയൊന്നുമില്ല ഗൈസ്. എനിക്ക് കളിയുടെ നിർത്തേണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഭയങ്കര അപ്പൊ ഞാൻ ഒന്ന് കളി വിളാച്ച് നിർത്തിയാലോ. ഓക്കെ ഗൈസ്. ഈ ഗെയിം ഇവിടെ അടുത്ത എപ്പിസോഡ് കാണാം ഗൈസ്. ബൈ ബൈ. കളി നിർത്താൻ കാരണം അതാണ് ഗൈസ്. ഭയങ്കര ഇടിമഴയാണ്. എന്തൊരു വെട്ടണം അറിഞ്ഞുള്ളൂ. ചില ഇടിയെങ്കിൽ വിട്ടുക പണി പാടുകയല്ല. ഇന്നത്തെ വീഡിയോ ഇത്രയോ.